തലമുടിക്കൊക്കെ നല്ല കറുപ്പും തിളക്കവും കിട്ടാനൊക്കെ ആയിട്ടും മുടി പെട്ടെന്ന് വളരാനായിട്ട് നല്ലൊരു ഹെയർ കണ്ടീഷണർ ഉണ്ടാക്കി കാണിച്ചു തരട്ടെ. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് കുട്ടികൾക്കും ഈ ഒരു രീതിയിലാണ് നിങ്ങൾ തേക്കുന്നതെങ്കിൽ നീർക്കെട്ട് വീഴാതെ ഇരിക്കാനൊക്കെ ആയിട്ട് നല്ലതാണ്. മുടി നല്ല കറുപ്പോടുകൂടി പെട്ടെന്ന് വളരാനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഉണ്ടാക്കിയിട്ട് നമുക്ക് കുറച്ച് കൂടുതലൊക്കെ ഉണ്ടാക്കുന്നതെങ്കിൽ 2-3 ദിവസമൊക്കെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചാലും പിന്നീട് നമുക്ക് അതെടുത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോഴും നമുക്ക് ഇതിനകത്തൊക്കെ ചേർക്കാനുള്ളത് ഈ കയ്യോന്നി ഉണ്ടല്ലോ, നമ്മൾ ഈ എണ്ണ കാച്ചാനൊക്കെ ആയിട്ട് മുടി വളരാനൊക്കെ ആയിട്ട് മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനൊക്കെ ആയിട്ട് കയ്യോന്നി നല്ലതല്ല. അപ്പോൾ അതുപോലെ നമുക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾ ഹെയർ കണ്ടീഷണർ ഉണ്ടാക്കിയിട്ടാണ് തല തേക്കുന്നതെങ്കിൽ മുടി വളരാനൊക്കെ ആയിട്ട് നല്ലതാണ്. മുടിക്ക് നല്ല കറുപ്പും തിളക്കവും തലയ്ക്ക് നല്ല ഒരു തണുപ്പ് കിട്ടുകയും ചെയ്യും. അത് മാത്രമല്ലാണ്ട് താരനൊക്കെ ഉണി പോകാനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു 1-2 തണ്ട് കയ്യോന്നി ഉണ്ടെങ്കിൽ കിട്ടുമെങ്കിൽ അത് ഇതുപോലെ പറിച്ചെടുത്തോ. പിന്നെ നമുക്ക് കുട്ടികൾക്ക് നീർക്കെട്ട് വീഴാതിരിക്കാനായിട്ട് നമുക്ക് പനിക്കൂർക്ക ഉണ്ടെങ്കിൽ പനിക്കൂർക്കയുടെ ഇല ഇട്ട് കൊടുക്കാം. ആ പനിക്കൂർക്കയുടെ ഇല നമുക്ക് എവിടെ നിന്നത് കരിഞ്ഞു ചെയ്തുകൊണ്ട് ഞാനിപ്പോൾ ചുവക്കൂർക്കയുടെ ഇട്ടേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പനിക്കൂർക്കയുടെ ഇലയോ അതല്ലെങ്കിൽ കുട്ടികളായതുകൊണ്ട് ഒരു 1-2 തണ്ട് ഈ തുളസിയുടെ ഇല ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും നല്ലതാണ്. അപ്പം തല്ല് പെയിൻ ശല്യം വരത്തില്ല കേട്ടോ. അപ്പം പനിക്കൂർക്ക ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്തോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു 5-6 ഇല മാത്രം എടുത്താൽ മതി. ചെമ്പരത്തിയുടെ ഇല ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു ചെറിയൊരു കഷ്ണം സവാള ഇട്ട് കൊടുക്കുകയാണെങ്കിൽ താരനുണ്ടെങ്കിൽ താരനും മാറും, പേൻശല്യം മാറാനൊക്കെ ആയിട്ടും അത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് അതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് സവാള ഇല്ലെങ്കിൽ ചുവന്നുള്ളി ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഇനി നമുക്കൊരു 1-2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണെങ്കിൽ തലമുടിക്ക് നല്ല കറുപ്പും കിട്ടും, തിളക്കവും കിട്ടും. നമ്മുടെ തലമുടി ഇരിക്കാനൊക്കെ ആയിട്ടും നല്ലതാണ് കേട്ടോ ഈ കറിവേപ്പില കൊണ്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതുപോലെ കുറച്ച് വെള്ളം, ഒരുപാട് വെള്ളം ചേർക്കണ്ട. നമുക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയും കൂടി ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സിയുടെ ജാറിൽ നമ്മൾ കറക്കുന്നത് കൊണ്ട് തന്നെ നല്ല പേസ്റ്റ് പോലെ അരഞ്ഞ് കിട്ടും കേട്ടോ. എന്നിട്ട് ഇതുപോലെ നിങ്ങളൊന്ന് അടിച്ചെടുത്തിട്ട് നമുക്കൊന്ന് ഒരു ചെറിയ അരിപ്പയിലേക്ക് ചെറിയ അരിപ്പയിലൊക്കെ അല്ലെങ്കിൽ വലിയ അരിപ്പയിലൊക്കെ ആയാലും കുഴപ്പമില്ല കേട്ടോ. നന്നായിട്ട് അത് അങ്ങനെ അരിച്ചെടുക്കണം കേട്ടോ. 1-2 തവണ അരിച്ചെടുക്കണം. അല്ലെങ്കിൽ ചെറിയ നാരുകളുണ്ടാവും. ഈ കയ്യോന്നി അരിച്ചത് കൊണ്ട് തന്നെ ആ തണ്ടിൻ്റെയൊക്കെ ചെറിയ നാര് നമ്മുടെ ഈ ഒരു വെള്ളത്തിലുണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. അരിച്ചെടുത്തതിന് ശേഷം ഉണ്ടല്ലോ ഈ സ്കാൽപ്പൊക്കെ ഡ്രൈ ആയിട്ട് അതുപോലെ താരനൊക്കെ തലയിലുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഇതിനകത്തേക്ക് ഒരു 1-2 തുള്ളി ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഈ പുറ്റ് പോലെ തലയിലേക്ക് ഇങ്ങനെ താരൻ പിടിച്ചിരിപ്പുണ്ടെങ്കിൽ ആ താരൻ പെട്ടെന്ന് ഇളകി പോരാനായിട്ട് ഒരു 1-2 തുള്ളി മാത്രം ഗ്ലിസറിൻ ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ തലമുടിക്ക് നല്ലൊരു തിളക്കം കിട്ടുകയും ചെയ്യും. നിങ്ങൾ കണ്ടിട്ടില്ല ഈ നമ്മുടെ ഈ ഒരു സോപ്പ് അതുപോലെ ഷാമ്പൂവിലൊക്കെ ഗ്ലിസറിൻ ചേർത്താൽ വരുന്നത് നമുക്ക് മുടിക്ക് നല്ലൊരു ഷൈനിങ് കിട്ടാനായിട്ട്. അപ്പം ഈ ഒരു ഇത് നമ്മൾ ഈ മെഡിക്കൽ സ്റ്റോറിലൊക്കെ വാങ്ങാൻ കിട്ടും ഈ ഗ്ലിസറിൻ കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ വാങ്ങിയിട്ട് 1-2 തുള്ളി ഗ്ലിസറിൻ മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തലമുടിക്ക് നല്ല കറുപ്പും കിട്ടും, തിളക്കവും കിട്ടും. അതല്ലാണ്ട് താരനൊക്കെ പറ്റി പിടിച്ചിരിപ്പുണ്ടെങ്കിൽ അതും പോരാനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മുടി നല്ല രീതിയിൽ വളരും, മുടിക്ക് നല്ല കറുപ്പും കിട്ടും. അപ്പം വലിയ ആളുകൾക്കാണെങ്കിലും കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഇനിയിപ്പം ബോയ്സിനൊക്കെ ആണെങ്കിലും തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി ഷാമ്പു മിക്സ് ചെയ്ത് കൊടുക്കുമോ അതല്ലെങ്കിൽ സോപ്പ് ഇട്ടോ കഴുകിക്കളഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. നല്ലൊരു വീഡിയോ കാണാവേ. ഇതുപോലെ കുഞ്ഞു ടിപ്സിന് വീഡിയോസിനൊക്കെ ആയിട്ട് പേജ് ഇതൊരു ഫോളോ ചെയ്തിരിക്കുകയാണെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്ത് വെച്ചിട്ട് പോകാൻ മറക്കല്ലേ. അപ്പോൾ നല്ലൊരു വീഡിയോ കാണാവേ. ബൈ.